ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ന്യൂജൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ മൈസൂർ പാലസിലാണ് ഉള്ളത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മൈസൂർ ടൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വെളിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഇതാണ്. നിറയെ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിറയെ റോസ് ഗാർഡൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ റോസ് ഗാർഡൻ. അതുപോലെ പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ഇതാണ്. ഫുള്ളായിട്ട് എൻട്രി മൊത്തമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ഞാൻ പുറത്തത്തെ കണ്ടോ, നല്ല ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല അതിമനോഹരം തന്നെ പറയാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. പേടയിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ 5 മിനിറ്റ് കൊണ്ട് നമുക്കിങ്ങനെ ഫോട്ടോ അവരെടുത്ത് തരും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനെ പിന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇപ്പം നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് കാണാം കേട്ടോ അടുത്ത വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊന്നും ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇതേ ഒരു കൗണ്ടറിലാണ് കേട്ടോ നമ്മൾ ചെരുപ്പ് ഏൽപ്പിക്കുക. ഞങ്ങൾ അതിനും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നമുക്ക് അടുത്ത വിശേഷം ഉള്ളിൽ കയറി കാണാം. ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിൽ കൂടെ കയറാൻ കേട്ടോ. ഇതിൻ്റെ നിലക്ക് നോക്കുക, എന്തൊരു ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചും കൂടി ഉള്ളിൽ പോയിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് മ്യൂസിയത്തിൽ ഇങ്ങനെ കുറച്ചതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ ഒരു കണ്ടോത്തിന് സുന്ദരിച്ചിട്ട് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഇതാണ് കൊട്ടാരം. അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വുഡിങ്ങുണ്ട്. അതൊക്കെ കുറച്ച് മ്യൂസിയം പോലെ ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ മേൽക്കൂരൊക്കെ കാണാൻ അതിമനോഹരം തന്നെയാണ്. മനോഹരം പറഞ്ഞാൽ പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടോ, നല്ല കൊത്തു പണിയും കൊണ്ട് അതിന് അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ നമ്മളിങ്ങനെ പോകുമ്പോഴുള്ള ഒരു എൻട്രി ആണിട്ടത്. അങ്ങനെ നല്ല അതിൻ്റെ ഒരു ഗോപുരം കിട്ടിയിട്ടുള്ള എൻട്രി നല്ല ഭംഗിയായിട്ട് തന്നെ എടുക്കാൻ. നമ്മളിങ്ങനെ താഴത്തോട്ടേക്ക് ഇറങ്ങാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ മ്യൂസിയത്തിൽ നല്ല പഴക്കമുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി, നല്ല അതിമനോഹരമായിട്ടുള്ള ആനൻ്റെ ഇതൊക്കെ ഉണ്ട്. നല്ല പഴക്കമുള്ളതാണ്. ഇപ്പം അതിൽ എത്ര വർഷമായിട്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇതാണ് അതുപോലെ കയറ് കെട്ടിയിട്ട് നമുക്കൊരു ലിമിറ്റിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അല്ലാണ്ട് തന്നെ നമുക്കൊന്ന് വിട്ടിട്ട് തന്നെ അതൊക്കെ നല്ല കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, ആനക്കൊമ്പും കൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള നല്ല എത്രയോ വർഷം പഴക്കമുള്ളതാണ് കേട്ടോ അതൊക്കെ. അതൊക്കെ അങ്ങനെ ചില്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ചില്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പെർമിഷനൊന്നുമില്ല. നമുക്കിങ്ങനെ വിട്ട് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കണ തിരക്കിലാണ് കേട്ടോ. അത് രാജാവിൻ്റെ എടുക്കണം. ഇതൊക്കെ ഫ്രെയിം ഇട്ടിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ കൊത്തുപണിയൊക്കെ കാണാൻ മരത്തിൽ തീർത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നല്ല ഓരോ ഇതിൻ്റെ ഫ്രെയിം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ല രസമായിട്ടുണ്ട് അത് കാണാനായിട്ട്. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും. അതുപോലെ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു അതിമനോഹരമായ ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് ആ പെയിൻറ്റിങ് കാണാനായിട്ട്. അതുപോലെ കുറച്ച് നല്ല നല്ല പഴക്കമുള്ള പെയിൻറ്റിങ്സാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ട് ആ പെയിൻറ്റിങ്ങൊക്കെ കാണാനായിട്ട്. അപ്പോൾ നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ച കേട്ടോ. തൂണ് നല്ല ഭംഗിയായിട്ടുണ്ട്. തൂണ് എന്തൊരു ഭംഗിയാണെന്ന് ഈ ക്യാമറ കാണുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള ലൈറ്റൊക്കെ കാണാൻ വർഷങ്ങളോളം പഴക്കമുള്ള മൈസൂർ രാജാവിൻ്റെ കൊട്ടാരമുണ്ടത്. എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഓരോ ചിത്രപ്പണികളൊക്കെ എന്ത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്.
അപ്പോൾ നോക്കൂ, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻവാസിൽ അടിപൊളിയായിട്ട് ചിത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഒരു പെയിൻറ്റിങ് കാണാനായിട്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഇത് പണ്ടത്തെ ഈ രാജകൊട്ടാരത്തിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യം തോന്നുന്നുണ്ട്. കുതിരകളും നല്ല കൊട്ടാരവും ഒക്കെ വരച്ച് ചിത്രരചനയിൽ നല്ല അതിമനോഹരമായിട്ട് തന്നെ ക്യാൻവാസിൽ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം. നല്ല ഓരോ പെയിൻറ്റിങ്സും അതിമനോഹരമായി ശരിക്കും നമുക്ക് ഒറിജിനലായിട്ട് ഇങ്ങനെ എംബോസ് ചെയ്ത് നിൽക്കണ ഒരു ഫീലിംഗ് ഉണ്ടോ ഈ പെയിൻറ്റിങ് കാണുമ്പോൾ. നല്ല 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 നീറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എത്രയൊക്കെയോ വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആണത്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് അടുത്ത ഇന്ത്യക്ക് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഓരോ ഇത് കഴിയുമ്പോഴും ഇതുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കയറാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ഗേറ്റൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഈ ഗേറ്റും കവാടങ്ങളും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ യാസ് അതിൻ്റെയൊക്കെ തിരക്കിൽ ഇടയിൽ കൂടെ ഒക്കെ അവൻ ഇങ്ങനെ ഓരോന്ന് നോക്കി അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഉപ്പയാണ് കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കുട്ടികളെ വെച്ചിട്ട്. നല്ല അത്രയും നല്ല മനോഹരമായിട്ട് തന്നെ ഉണ്ട്. അത് ടൈൽസൊക്കെ കാണാൻ മാപ്പിള തോന്നുന്നു കേട്ടോ. ടൈൽസ് അല്ല, നല്ല ഒരു ഭംഗിയുണ്ട്. ഈ ഒരു വാതിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല കൊത്തുപണിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടൂസുകളൊക്കെ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവർ ഫോട്ടോയിൽ പോസ് ചെയ്യണ്ടോ, അതിൽ കൂടെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇത്രയും കൂടി അടുത്ത് ആ വാതിലിൻ്റെ കൊത്തുപണിയൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഓരോ പണിയും കൂടികളൊക്കെ നല്ല ഭംഗിയായിട്ട് അതിനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ട് ജനാലിൽ കൂടെ ഇങ്ങനെ വെളിയിൽ നിന്നുള്ള അകത്ത് നിന്നിട്ടുണ്ട് ഇനി ഫോട്ടോ എടുക്കുന്നത്, ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായ ഒരു സ്റ്റെയർ കേസൊക്കെ നോക്കുക, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഒക്കെ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഓരോന്നിൻ്റെ കൊത്തുപണി അസലായിട്ടുണ്ട്. കണ്ടോ, ഓരോ ഈ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഇത്. അതുപോലെ ഞാൻ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു രണ്ടാൾക്കാർ അവിടെ ഇങ്ങനെ എന്താ പറയുക, പടിൻ്റെ അവിടെ രണ്ടാൾക്കാർ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ ഈ ഒരു വ്യൂ ഇങ്ങനെ ഉണ്ടാവുക. ഇതുപോലെ നെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മേലെ. മനസ്സിലായിട്ടുണ്ട്. അതുപോലെ കുറച്ച് എന്താ പറയുക, പുരാവസ്തുവിൻ്റെ നമ്മുടെ പണപ്പെട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് ശരിക്കുള്ള നെയിം എനിക്കറിയില്ല, ഞാൻ അതാണെന്ന് വിചാരിക്കണേ. അതുപോലെ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഞാൻ അപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അടുത്ത എൻട്രിയിലേക്ക് പോകുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ളൊരു കാഴ്ച നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്നതുപോലെ എല്ലാ തൂണും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ, ഇതാണ് മേലത്തെ ഒരു കാഴ്ച. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളതിൻ്റെ കുറച്ച് ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആരൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. നല്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും എനിക്കിത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്താ പറയുക, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മൈസൂരിലേക്ക് ടൂർ വരിക, അതുപോലെ കൊട്ടാരൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഞങ്ങൾ മാസ്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സാനിറ്റൈസറും മാസ്കും നല്ല സേഫായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ നോക്കൂ, നമ്മുടെ രാജകുമാരീൻ്റെ ഫോട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ നെയിമൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഫ്രെയിമൊക്കെ കാണാനായിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളി തന്നെയാണ്. നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ എന്താ പറയുക, നല്ലൊരു വാവെന്ന് തന്നെ പറയാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവരൊക്കെ പിക്ചർ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ, ഈ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിയും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ ഭാഗത്ത് ഉണ്ടോ ഇതുപോലെ വാതിലുകൾ ഡോറ് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല എന്താ പറയുക, ഓരോ ഡോറും അതിമനോഹരമായിട്ട് തന്നെ കൊത്തുപണിയിൽ തീർത്തതാണ് കേട്ടോ. അസലായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തും അടിപൊളിയായിട്ട് തന്നെ കൊത്തുപണിയിൽ ഡോറുകൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ഇതിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി നിറവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക്
ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു സിംഹാസനം കണ്ടോ, അതുപോലെ 2 സിംഹാസനം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അടിപൊളി ഒരു ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പിക്ചറുണ്ട്. അതുപോലെ ആ സൈഡിലും സെയിം ഇതുപോലെ ഒരു സിംഹാസനവും അതുപോലെ തന്നെ ഒരു മിററും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വാതിലിൻ്റെ ഇങ്ങനെ വരുമ്പോൾ വാതിലിൻ്റെ ആ ഒരു പാനലൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഇത്. ഞങ്ങളിങ്ങനെ അകത്തോട്ട് കയറി വന്നപ്പോൾ ഒരു ലിഫ്റ്റ് കാണുന്നത്. ഇപ്പോൾ വർക്കിങ്ങിലെല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വർക്കിങ്ങിലെല്ലാം തോന്നുന്നുണ്ട്. ഇങ്ങനെ പൂട്ടി ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേയും സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. മേലൊക്കെ മരത്തടി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊന്നും നമുക്ക് എൻട്രി ഇല്ല. ഇവിടെയൊക്കെ അത് കട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലോട്ട് കയറാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴൊരു സീനറി ഇതുപോലെ ഇട്ടിരിക്കുക. നല്ല എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. ഒരു സൈഡിൽ അതുപോലെ കുറച്ച് പ്രതിമകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. അവിടെ നിന്ന് എൻട്രി ഇല്ല. അതൊക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് വലിയൊരു മിററൊക്കെ ഉണ്ട്. ഞാനും വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ ഈ പാലസ് ഉണ്ടാക്കി നമ്മുടെ രാജാവ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാജാവിൻ്റെ നെയിമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ഒരു ക്ലോക്കാണ്. അതിപ്പോൾ വർക്കിംഗ് എല്ലാം തോന്നുന്നുണ്ട് ക്ലോക്ക് ഉണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ വാതിലിൻ്റെ അടുത്തൊക്കെ ഒരു പാനലൊക്കെ കാണാൻ എന്തൊരു ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രാജാവിന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റാർട്ട്. ഇപ്പം നമ്മൾ വീണ്ടും മുകളിലോട്ട് പോകുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈറ്റൊക്കെ നമുക്ക് എന്ത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കണത്. അല്ല ഇതൊക്കെ മാർബിളാണ് കേട്ടോ. ഇത് ഈ ഒരു തൂണൊക്കെ ചെയ്തിട്ടുള്ളത് മാർബിളാണ്. അതുപോലെ ഇവിടെ താഴത്തെ സ്റ്റെയറും നല്ല ഭംഗി അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഡോറൊക്കെ നമുക്ക് എന്ത് ഭംഗിയായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ രാജാവ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ അടുത്തൊരു മുറിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. എൻ്റെ ഒരു തൂണും ഇതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെ കാട്ടിയും നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഡയറക്റ്റ് അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ. അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ടോ മേലുള്ള ഈ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ അസലായിട്ടുണ്ട്. ഉണ്ടോ മേലത്തെ ഒരു പെയിൻറ്റിങ് ഒക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഓരോ സീലിങ്ങിനും അതുപോലെ ഓരോ തരം പെയിൻറ്റിങ്ങാണ് കേട്ടോ. സീലിങ്ങിൻ്റെ പെയിൻറ്റിങ്ങും അതുപോലെ ആ ലൈറ്റും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ബാൽക്കണിയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ വെളിയിലേക്കുള്ള ഒരു വ്യൂ ഇതാണ് കേട്ടോ. കണ്ടോ, ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഇതാണ്. നല്ല അസലായിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് കാണാത്തവർ തീർച്ചയായിട്ടും പറ്റുകയാണെങ്കിലും ഇങ്ങോട്ട് വരിക, എന്നിട്ട് നേരിട്ട് കാണാം. നമ്മളിങ്ങനെ കാണുന്നതും കാട്ടി അതിൻ്റെ ഒരു ഭംഗി നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ. പിന്നെ നമ്മുടെ തൂണും ഈ ഒരു ഭാഗത്തുള്ള ഒരു എന്താ പറയുക തൂണിന് കൊടുത്തിട്ടുള്ള ഒരു പാനലൊക്കെ നമുക്ക് ഭംഗിയായിട്ടാണ് ഒരു ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രാജാവിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഭാഗത്തെ ലൈറ്റ് പാനൽ ഓരോ ഒരു എന്തെങ്കിലും ഇതുപോലെ ഓരോ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല ക്യാമറ കാണുമ്പോൾ, എങ്കിലും ഞാനതൊക്കെ ഒന്ന് ഇതിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഞങ്ങളിപ്പോൾ സൺഡേയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ സാറ്റർഡേ രാത്രി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു.
അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചായിട്ട് ഒരു 2-3 ആഴ്ചയായി. അതെന്താ വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് ഞാൻ തിരക്കിലായിരുന്നു. കുറച്ച് ന്യൂ ഇയറൊക്കെ ആയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായതുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാ തിരക്കും കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ഞാൻ എന്താണെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വ്ളോഗ് മാത്രമല്ല, ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനൊരു വ്ളോഗായിട്ട് വന്നത്. നമ്മുടെ ഇക്വാൽക്കും മോനൊക്കെ അവിടെ സെൽഫി എടുക്കുകയാണ്. ഞങ്ങളൊരു ഫാമിലി, എൻ്റെ ഫാമിലി മൊത്തമായിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോസിന് പോസ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരു പോട്ട് കാണിച്ചു കേട്ടോ, ഒരു ഫ്ലവർ പോട്ട് ഉണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ടാവും ഒരു പോട്ട് കാണാനായിട്ട്. ഒരു ഇതൊക്കെ നോക്ക്, അസലായിട്ടുണ്ട് അതിൻ്റെ. അതുപോലെ ഈ തൂണിനൊക്കെ ഒരു ഗ്ലാസിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കണ്ടോ, എല്ലാ തൂണിനും ഇല്ല, ഇങ്ങനെ അടുത്ത് കൂടി നമ്മൾ നടക്കണ്ട, ഇതുപോലെ ഒരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള തൂണിലൊക്കെ അതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാനാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് വുഡും അതുപോലെ തന്നെ 2 സൈഡിലുള്ള ഒരു പാനൽ മാർബിളാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പണിയും കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. കണ്ടോ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ആർച്ച് പോലെ കെട്ടിയിട്ട് അതിലൊക്കെ കൊടുത്ത ഇത് സ്റ്റെയർ കേസാണ്. അതിൻ്റെ കൈവരയും അതുപോലെ ഈ ആർച്ചും ഒക്കെ കാണാം. അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെയിൻ എൻട്രിയിൽ കയറുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആർച്ചൊക്കെ കൊടുത്ത് നല്ല അസലായിട്ടുണ്ട്. അത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഇതുപോലെ മേലെ കുറച്ച് ഭാഗത്ത് ഗ്ലാസ്സാണ് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ ഗ്ലാസ്സിൽ ഞങ്ങൾക്ക് അതിൻ്റെ മേലെ കയറാനൊന്നും പറ്റില്ല. അതുപോലെ അവിടെ കണ്ടോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോറ് നോക്ക്, എന്ത് ഭംഗിയായിട്ട് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഇത് ചെയ്തിട്ട് ഗ്ലാസ് കൊണ്ട് ഒരു ഇത് ചെയ്ത് കേട്ടോ, ഫ്രെയിം പെയിൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഡോറിൻ്റെ മേലെ കണ്ടോ ഗ്ലാസ് കൊണ്ട് അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ്സാണ് കേട്ടോ, മാത്രമാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പോകുമ്പോഴുള്ള ഒരു വ്യൂ ഞാൻ നല്ല അതിൻ്റെ മേലത്തെ കണ്ടോ സീലിംഗ് ഒക്കെ എത്ര മനോഹരമായിട്ട് അത് ചെയ്തിരിക്കുന്നത്. വാവ്, അടിപൊളി. അതുപോലെ അതിൻ്റെ ഭാഗത്ത് നല്ല എവിടെ കാറ്റ് വരുന്നില്ല, നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല ലൈറ്റൊക്കെ നമുക്ക് അസലായിട്ടുണ്ട്. അതിൻ്റെ മേലത്തെ സീലിങ്ങും കാര്യങ്ങളും അതുപോലെ തൂണൊക്കെ നോക്കുക, എത്ര ഭംഗിയായിട്ട് ഒരു ഗോൾഡൻ കളർ തൂണൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ശരിക്കും അതോട്ടാ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഉണ്ടോ. ഇവിടെ സിമെൻ്റാണ് കേട്ടോ, ഇവിടെ ടൈല് ഇതൊന്നുമല്ല, സിമെൻ്റാണ്. നല്ല ഫിനിഷിങ് ആയിട്ട് തന്നെ അത് നല്ല തിളക്കുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് ഉണ്ട്. എവിടെ എനിക്കിങ്ങനെ ഡോറ് തുറന്നിട്ട് ഒന്നും കാണിച്ച് നന്നായി നല്ല കാറ്റുണ്ട്. ഈ ഭാഗത്ത് എവിടെയും ഒരു ഓപ്പൺ ഒന്നും കാണുന്നില്ല, നന്നായിട്ട് കാറ്റുണ്ട് കേട്ടോ. ഞങ്ങളൊരു മിറർ കണ്ടപ്പോൾ ഞാനും മോളും കൂടെ മിററിൽ കൂടെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് കാണുന്ന ഒരു ഉണ്ടോ, നമ്മൾ ഇപ്പോൾ ഒരു മിറർ ഇങ്ങനെ ഇടയിൽ ഓരോ മിറർ കൊടുത്തിട്ട് ഞങ്ങൾ മിററിലാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. താഴത്തോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസൊക്കെ നോക്കുക, അങ്ങനെ വുഡിലാണ്, പ്ലൈവുഡ് പോലത്തെ ഒരു വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മച്ചി ഇതൊക്കെ അവിടെ ഇടയിലൊക്കെ നമ്മൾ കുറച്ച് ഡോർ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് എടുക്കാമെന്ന് വെച്ചു. ഇങ്ങനെ ഇടയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ലൈറ്റും ഇവിടെ എന്ത് സംഭവം നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാൻ. അതിലെ സീലിങ്ങൊക്കെ നോക്കുക, എത്ര ഭംഗിയായിട്ട് വുഡിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ യാസിൻ കുട്ടൻ ഇങ്ങനെ വന്നിട്ട് അതെന്നെ വിളിക്കുകയാണ്, എന്താ കാണാത്തത്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം നടക്കുകയല്ലേ. അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റെയർ കേസ് നോക്കി എത്ര ഇങ്ങനെ റൗണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതിൽ കൂടെ ഇറങ്ങാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും അതുപോലെ തന്നെ സ്റ്റെയർ കേസാണ് കേട്ടോ. പിന്നെ നമ്മൾ എൻട്രിയിലെത്തിയെന്ന് ഞങ്ങളുടെ കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. ഈ ഡോറ് സിൽവർ ആണ് കേട്ടോ.
കണ്ട് സിൽവറും കൊണ്ട് തീർത്ത ഡോറാണ്. അതിൻ്റെ ഇത് ഇവിടെ എഴുതി കണ്ടോ, ഡോറിൻ്റെ ഇടയിൽ സിൽവർ ഡോറിന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള ഒരു ഡോർക്കാണ് കേട്ടോ. അത് ഈ ഒരു പിച്ചറക്ക, ഈ ഒരു ചിത്തൊക്കെ ആനക്കൊമ്പിലും കൊണ്ട് എന്താണ് കൊത്തി ഉണ്ടാക്കിയതാണ്. അതിലവർ ഗ്ലാസിൻ്റെ കവർ കൊടുത്തിട്ടുണ്ട് ഈ ഡോറിൽ കണ്ടോ. ഇത് മൊത്തമായിട്ട് ഇതുപോലെ കുറേ ഡോറുകൾ കാണുന്നുണ്ട്. ഒക്കെ ആനക്കൊമ്പ് ഇങ്ങനെ വൈറ്റായിട്ട് നമുക്ക് തോന്നി. അത് പെയിൻറ്റിങ്സ് തന്നെ വിചാരിച്ചത്. നമുക്ക് ചോദിച്ചപ്പോഴാണത് അത് ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അതുപോലെ ഈ ഒരു തൂണിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഗോൾഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു കാണുന്ന ഈ ഡോറൊക്കെ വെള്ളിയിൽ തീർത്തതാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് വെള്ളിയിൽ തീർത്തിട്ടുള്ളതാണ് കണ്ടോ. അതിലൊക്കെ അതിൽ ആനക്കൊമ്പിൻ്റെയും വൈറ്റ് കാണുന്നതൊക്കെ ഒരു ആനക്കൊമ്പിൻ്റെ അല്ലെങ്കിൽ ബാക്കിയൊക്കെ വെള്ളിയിൽ തീർത്തിട്ടുള്ളതൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അതാണ് എൻ്റെ പേരൻസ്, എൻ്റെ ഉമ്മീപ്പിയും എൻ്റെ അനിയന്, അതുപോലെ ബ്രദറിൻ്റെ കുട്ടി. ഏട്ടൻ്റെ കുട്ടിയാണ്. ഏട്ടനും വൈഫിനും വരാൻ പറ്റില്ല, എക്സാം കാര്യങ്ങളൊക്കെ അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തോട്ട് കയറുമ്പോഴുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ കണ്ടു പണ്ടത്തെ എന്താ പറയുക ഗോൾഡിൽ ചെയ്തിട്ടുള്ള, ഇത് ഗോൾഡ് കവറിങ്ങിൽ തീർത്തിട്ടുള്ള പണ്ടത്തെ സമയങ്ങളുണ്ടോ, ആനച്ചമയങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മൈസൂർ പാലസിൻ്റെ കാഴ്ചകൾ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ ഇനി അടുത്തൊരു സ്ഥലത്ത് കൊണ്ടപ്പോൾ ആ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് you.